Hi all, welcome to our new session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ്. നമ്മളൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന കുറെ പാരാമീറ്റേഴ്സ് ലൈക്ക് കറണ്ട്, റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഇതെല്ലാം മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ ത്രൂ ഔട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ നമ്മൾ മെഷറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയാണ്. മെയിൻ ആയിട്ട് നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, അതുപോലെ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. നമ്മൾ യൂഷ്വലി ലാബിലൊക്കെ കണ്ടിട്ടുള്ള അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ ഇതെല്ലാം ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് അതിനകത്ത് നമുക്കൊരു കറണ്ട് മെഷർ ചെയ്യാൻ നേരം ഒരു പോയിന്റർ ഡിഫ്ലക്ട് ചെയ്ത് നമുക്കൊരു പർട്ടിക്കുലർ സ്കെയിലിലോട്ട് ആ വാല്യൂ കാണാൻ സാധിക്കും. അതായത് നമുക്ക് കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ട വാല്യൂ എന്ത് ചെയ്യും, ആ ഡിവൈസ് ഇൻഡിക്കേറ്റ് ചെയ്ത് തരും, ഡിസ്പ്ലേ ചെയ്ത് തരും. അങ്ങനെയുള്ള ഡിവൈസ് ആണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്. നമ്മുടെയൊക്കെ വീടുകളിലുള്ള എനർജി മീറ്റർ അതിനൊരു എക്സാമ്പിൾ ആണ്. അവിടെ ചെയ്യുന്നത് നമുക്കൊരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്രത്തോളമാണ് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് എനർജിയോ അല്ലെങ്കിൽ കറണ്ടോ എന്താന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുന്നത്, അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് എന്ത്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിലേക്കാൾ ഉപരി ഒരു ടൈം പീരീഡിലെ വാല്യൂ ആയിരിക്കും ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഉള്ളതാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ ECG ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, അവിടെ ആ വാല്യൂവിനെ നമുക്ക് എന്താണ് ഒരു ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഡിവൈസിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് നമുക്ക് ഏത് വാല്യൂ ആണോ മെഷർ ചെയ്യേണ്ടത് ആ വാല്യൂവിന് അപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, ഡയറക്ട്ലി ഇൻഡിക്കേറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഇവിടുത്തെ ഒരു കറണ്ട് മെഷർ ചെയ്യണം, ഞാൻ കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു അമ്മീറ്റർ ആണ്. അപ്പോ ആ സർക്യൂട്ടിലൂടെ എത്ര വാല്യൂ ഓഫ് കറണ്ട് ആണോ ഫ്ലോ ചെയ്തത് ആ വാല്യൂ അപ്പൊ തന്നെ അത് എന്ത് ചെയ്യും, ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എത്രത്തോളം കറണ്ട് ആണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്തത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ മൂവ് ചെയ്യുന്ന പോയിന്റർ ആ പർട്ടിക്കുലർ വാല്യൂയിലോട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പൊ ആ പോയിന്റർ മൂവ് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്ത് സ്ഥലത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്, ആ ടൈമിൽ ആ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് നമ്മളെ കാണിക്കുക മാത്രമേ ഉള്ളൂ അല്ലെ, ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ വാല്യൂ എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ല. അതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകത. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ജസ്റ്റ് ആ വാല്യൂവിനെ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഡിസ്പ്ലേ ചെയ്യിക്കാൻ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ചെയ്യുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർ, നമ്മളിപ്പോ നോക്കിയാൽ ഒരു മാസത്തെ ഫുൾ എനർജി നമ്മൾ എത്രത്തോളം എനർജി യൂസ് ചെയ്തു, അപ്പോൾ ഒരു മാസത്തെ ആ ഒരു പർട്ടിക്കുലർ ടൈം ആണ് അല്ലെ, ആ ടൈം പീരീഡിൽ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്തത് എന്ന് അറിയുന്നത് ഈ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് വഴിയാണ്. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ടേമിൽ തന്നെയുണ്ട്, ടോട്ടൽ ഒരു സംഭവം കിട്ടാനായിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയാം. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ആംബിയർ അവർ മീറ്ററും എനർജി മീറ്ററും. യൂഷ്വലി PSC ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എനർജി മീറ്റർ അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന് എക്സാമ്പിൾ ഏതാണ്? ആംബിയർ അവർ മീറ്ററും അതുപോലെ എനർജി മീറ്റർ എല്ലാം ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന് എക്സാമ്പിൾ ആണ്. ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ എന്തൊക്കെ കിട്ടും? ഒന്നാമത് നമുക്ക് ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും അല്ലെ, അപ്പൊ നമുക്ക് ഡിസ്പ്ലേ പ്രൊസീജിയർ അവിടെ നടക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഡെയിലി ഉള്ള വാല്യൂസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലെ. റെക്കോർഡ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യും, ഈ വാല്യൂ ഒരു മാസത്തെ വാല്യൂ ഫുൾ കിട്ടാനായിട്ട് അത് എന്ത് ചെയ്യും, ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 പ്രോസസ്സും എവിടെ നടക്കുന്നുണ്ട്, ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ നടക്കുന്നുണ്ട്. എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പൊ ഉദാഹരണം ഒരു എർത്ത് ക്വേക്ക് മെഷർ ചെയ്യാൻ നമ്മളൊരു റിച്ചർ സ്കെയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു ECG മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെ, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് പ്ലോട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ആ പ്ലോട്ട് ചെയ്യണ അനുസരിച്ച് ആ വാല്യൂ ഇതാ ഇങ്ങനെ കിട്ടും. ഇത് ഡോക്ടേഴ്സിന് നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് അയാളുടെ കണ്ടീഷൻ എന്നുള്ളത്. അപ്പോൾ ഒരു വാല്യൂ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും, നമുക്കൊരു റെക്കോർഡ് ചെയ്ത് തരികയാണ് അല്ലെ, ഒരു പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലോട്ടോ നമുക്ക് റെക്കോർഡ് ചെയ്ത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് തരികയാണ്. സോ ഇവിടെ നടക്കുന്നത് ഡിസ്പ്ലേ, അത് കാണിച്ചു തരുകയും ചെയ്യും, ആൻഡ് ഓൾസോ റെക്കോർഡിങ്. അതായത് ഇപ്പൊ ഈ എത്രയാണോ ആ വാല്യൂവിനെ കാണിച്ചു തരുകയും ചെയ്യും, അത് എന്ത് ചെയ്യും, നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. അതാണ് ഒരു റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിനകത്ത് ചിലപ്പോൾ ഒരു ചാർട്ട് പേപ്പറിലോട്ട് ഫിക്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു പെൻ. ഓക്കെ, അപ്പൊ ഈ വാല്യൂ എത്രയാണോ അത് മെഷർ ചെയ്യുന്ന വാല്യൂ, ആ മെഷർ ചെയ്യുന്ന വാല്യൂവിനെ ഈ പോയിന്റർ അനങ്ങി അല്ലെങ്കിൽ ഈ പെൻ അനങ്ങി എന്ത് ചെയ്യും, ആ ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, ഈ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? യൂണിഫോം സ്പീഡിലായിരിക്കും ഈ പെൻ മൂവ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ പെന്നിന്റെ സ്പീഡ് അല്ലെങ്കിൽ ആ ഒരു പേപ്പർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്തായിരിക്കും? യൂണിഫോം സ്പീഡ് ആയിരിക്കും. പക്ഷെ പെന്നിന്റെ മോഷൻ പറയുമ്പോൾ എത്രയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, അതിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന വാല്യൂ, അതിനനുസരിച്ചായിരിക്കും പെന്നിന്റെ മൂവ്മെന്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ നോക്കുക. ECG, അതുപോലെ സീസ്മോഗ്രാഫ്, ഓക്കെ, എർത്തിനകത്ത് വരുന്ന എന്താ പറയണ ഈ ഭൂകമ്പങ്ങളൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ CRO, ഇതിലൊക്കെ വരുന്നത് എന്താണ്? ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ. അപ്പം CRO എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ്. നമ്മൾ സാധാരണ PSC എക്സാമിന് ചോദിക്കും CRO ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? CRO എന്താണ്? ഒരു റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് CRO എന്ന് പറയുന്നത്. ഇനി ഒരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഓപ്പറേഷൻ നമുക്കൊന്ന് നോക്കാം. ഏതൊരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ഒരു വാല്യൂ എനിക്ക് അറിയണം. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്തെ അതിൽ എന്തുണ്ടാവും? എവിടെയെങ്കിലും ഒരു മൂവബിൾ എലമെന്റ് ഉണ്ടാവും. യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റർ ഉണ്ടാവും, അല്ലെ? നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടത് ഒരു വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ഒരു അമ്മീറ്റർ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിപ്പോ ഒരു വോൾട്ട് മീറ്റർ ആണെങ്കിൽ ഇവിടെ ഒരു ഗ്ലാസ് സ്ട്രക്ചർ ഉണ്ടാവും, ആ ഒരു ഗ്ലാസ് പോർഷൻ ഉണ്ടാവും, പിന്നെ അവിടെ ഒരു സ്കെയിൽ ഉണ്ടാവും, എന്നിട്ട് എന്ത് ചെയ്യും? ഒരു പോയിന്റർ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോ ഒരു സ്കെയിലും ഒരു പോയിന്ററും നിർബന്ധമാണ്, എന്നാലാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വാല്യൂ റീഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ പോയിന്ററിന് നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റിന് പ്രത്യേകതയുണ്ട്. എന്ത് ടൈപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പോയിന്റർ വെക്കേണ്ടത്. അതുപോലെ ഈ സ്കെയിൽ ഏത് ടൈപ്പ് സ്കെയിലാണ്? യൂണിഫോം സ്കെയിലാണോ, നോൺ യൂണിഫോം സ്കെയിലാണോ? അതായത് ചില സ്കെയിൽ നിങ്ങൾ നോക്കുമ്പോൾ ആ സ്കെയിലിൽ ഇപ്പൊ ഇവിടെ 1 0 ആണെങ്കിൽ കറക്റ്റ് ഇവിടെ 1, ഇവിടെ അതുപോലെ 2 3 4 എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഡിവിഷൻസ് എന്തായിരിക്കും? യൂണിഫോം ആയിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷെ മറ്റു ചില ഇൻസ്ട്രുമെന്റ്സ് നോക്കുമ്പോൾ ഇവിടെ നോൺ യൂണിഫോം ആയിട്ട് കുറെ കൂടി എന്താണ് വാല്യൂസ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ആ സ്കെയിലിന്റെ റെപ്രസെന്റേഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. യൂണിഫോം സ്കെയിൽ റെപ്രസെന്റേഷനും ഉണ്ട്, അതുപോലെ നോൺ യൂണിഫോം സ്കെയിൽ റെപ്രസെന്റേഷനും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഇവിടെ ഇരിക്കുന്ന പോയിന്ററിന്റെ കേസ്. ഈ പോയിന്റർ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ പോയിന്ററിന്റെ താഴെ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അപ്പോ എപ്പോഴാണ് ഈ പോയിന്റർ മൂവബിൾ എലമെന്റ് മൂവ് ചെയ്യണത്, അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് വെച്ചിട്ടുള്ള സ്പ്രിങ് ആയിരിക്കും. ആ സ്പ്രിങ് അങ്ങ് കറങ്ങുന്ന അനുസരിച്ചായിരിക്കും ഈ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോ ഈ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യണത് എന്തിന്റെ ബേസിലാണ്? എനിക്ക് എത്ര വാല്യൂ ആണോ മെഷർ ചെയ്യേണ്ടത്, ആ മെഷർ ചെയ്യേണ്ട വാല്യൂ ചിലപ്പോൾ വോൾട്ടേജ് ആയിരിക്കാം, കറണ്ട് ആയിരിക്കാം, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും ആര് ഡിഫ്ലക്ട് ചെയ്യുക? നമ്മുടെ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ യൂഷ്വലി ഈ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അല്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നതിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ്. നമ്മൾ പല ഡിവൈസസ് അല്ലെങ്കിൽ പല മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എടുക്കുക. മൂവിങ് കോയിൽ ടൈപ്പ് ഉണ്ട്, മൂവിങ് അയൺ ടൈപ്പ് ഉണ്ട്, ഇലക്ട്രോ ഡൈനാമിക് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഓരോ തരം ഇൻസ്ട്രുമെന്റ് എടുക്കുമ്പോഴും അവര് വർക്ക് ചെയ്യുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ, ചിലതിൽ കെമിക്കൽ എഫക്റ്റിന്റെ ബേസിലായിരിക്കും ഡിഫ്ലക്ഷൻ തരുന്നത്, ചിലതില് മാഗ്നറ്റിക് എഫക്റ്റിന്റെ ബേസിലായിരിക്കും, ചിലതില് ഒരു എന്താ പറയുക തെർമൽ എഫക്റ്റിന്റെ ബേസിലായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റിന് മാഗ്നറ്റിക് എഫക്റ്റിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്നതുണ്ട്, കെമിക്കൽ എഫക്റ്റിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്നതുണ്ട്, തെർമൽ എഫക്റ്റിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്നതുണ്ട്, ഇലക്ട്രോഡൈനാമിക് എഫക്റ്റിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും എക്സാമ്പിള് അത് ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് ഈ കാണിക്കുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് ആണ്, അതായത് MI ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. മൂവിങ് അയൺ, അതാണ് അതിന്റെ എക്സ്പാൻഷൻ. ഈ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത് ഏത് എഫക്റ്റിന്റെ ബേസിലാണ്? മാഗ്നറ്റിക് എഫക്റ്റിന്റെ ബേസിലാണ്. ഇത് ഈ MI ഇൻസ്ട്രുമെന്റ് നമുക്ക് DC-യിലും AC-യിലും യൂസ് ചെയ്യാം. യൂഷ്വലി PSC ചോദിക്കാറുള്ളതാണ്, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പറഞ്ഞിട്ട് അത് ഏതൊക്കെ സപ്ലൈയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഒരു മൂവിങ് അയൺ MI ടൈപ്പ് ഇൻസ്ട്രുമെന്റ് നമുക്ക് എവിടെ യൂസ് ചെയ്യാം? AC-യിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ DC-യിലും യൂസ് ചെയ്യാം. ഇനി ഈ MIയുടെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് നമുക്ക് യൂസ് ചെയ്യാമെന്ന്? അമ്മീറ്റർ, അതായത് കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു MI ഇൻസ്ട്രുമെന്റിന്റെ അമ്മീറ്ററും വോൾട്ട് മീറ്ററും എന്താണ്? അവൈലബിൾ ആണ്. അടുത്തത് നമ്മൾ PMMC, അതിന്റെ എക്സ്പാൻഷൻ നോക്കിയാൽ പെർമനന്റ് മാഗ്നറ്റ്
മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് അതാണ് PMMC എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റിന്റെ ബേസിലാണ് ഒരു PMMC ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത്. ഈ PMMC ഇൻസ്ട്രുമെന്റ് നമുക്ക് DC-യിൽ മാത്രം യൂസ് ചെയ്യാൻ പോകും. ഓക്കെ, AC-യിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട് വാല്യൂ കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ DC-യിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് ഏത്? ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്ന PMMC, പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്. അതും നമുക്ക് അമ്മീറ്ററും അതുപോലെ വോൾട്ട് മീറ്ററും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് അമ്മീറ്ററും അതിന്റെ അവൈലബിൾ ആണ്, വോൾട്ട് മീറ്ററും അതിന്റെ അവൈലബിൾ ആണ്. അടുത്തതാണ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ അത് വർക്ക് ചെയ്യുന്നത് ഏത് എഫക്റ്റിന്റെ ബേസിലാണ്? ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റിന്റെ ബേസിലാണ്. അതും നമുക്ക് AC-യിലും DC-യിലും യൂസ് ചെയ്യാം. അതിന്റെ അമ്മീറ്റർ അവൈലബിൾ ആണ്, കറണ്ട് മെഷർ ചെയ്യാൻ. വോൾട്ട് മീറ്റർ അവൈലബിൾ ആണ്, വോൾട്ടേജ് മെഷർ ചെയ്യാൻ. കൂടാണ്ട് വാട്ട് മീറ്റർ, അതായത് പവർ മെഷർ ചെയ്യാൻ വാട്ട് മീറ്ററും അവൈലബിൾ ആണ് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ. അടുത്തതാണ് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അത് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിലാണ്. ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിന്ന് ചോദിക്കുന്നത് ഇതാണ്, ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഏതൊക്കെ ടൈപ്പ് ഓഫ് സപ്ലൈയിൽ യൂസ് ചെയ്യാം? AC-യിൽ മാത്രമാണ് നമുക്ക് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. കാരണം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അവിടെ നടക്കണമെങ്കിൽ നമ്മുടെ ഡീൽ ചെയ്യുന്ന സപ്ലൈ ഏതായിരിക്കണം? AC സപ്ലൈ ആയിരിക്കണം. ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെയും അമ്മീറ്ററും വോൾട്ട് മീറ്ററും വാട്ട് മീറ്ററും കൂടാണ്ട് എനർജി മീറ്ററും അവൈലബിൾ ആണ്. അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യാൻ, വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്റർ, പവർ മെഷർ ചെയ്യാൻ വാട്ട് മീറ്റർ, എനർജി മെഷർ ചെയ്യാൻ എനർജി മീറ്റർ. അടുത്തതാണ് ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ്. ഹോട്ട് വയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റിനകത്ത് അത് വർക്ക് ചെയ്യുന്നത് തെർമൽ എഫക്റ്റിന്റെ ബേസിലാണ്. അതിന്റെ DC-യും AC-യും അവൈലബിൾ ആണ്. അമ്മീറ്ററും വോൾട്ട് മീറ്ററും അതിന്റെ ഉണ്ട്. പിന്നെയുള്ളതാണ് ഇലക്ട്രോളിറ്റിക് മീറ്റർ. അത് വർക്ക് ചെയ്യുന്നത് കെമിക്കൽ എഫക്റ്റിന്റെ ബേസിലാണ്. അതിന്റെ DC മാത്രമാണ് അവൈലബിൾ ഉള്ളൂ. ആംബിയർ അവർ മീറ്റർ ആണ് അതിന്റെ എക്സാമ്പിൾ. ഇനി അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അത് വർക്ക് ചെയ്യുന്നത് ഏതാണ്? പേര് തന്നെ ഉണ്ടല്ലേ, ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതും നമുക്ക് DC-യിലും AC-യിലും യൂസ് ചെയ്യാം. അത് വോൾട്ട് മീറ്ററിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റിന്റെ ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? വോൾട്ട് മീറ്റർ ആണ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വോൾട്ട് മീറ്ററിന്റെ AC DC-യിലും ഡീൽ ചെയ്യാവുന്നതാണ് ഈ പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന് വേണ്ട ബേസിക് റിക്വയർമെന്റ്സ് ആണ്. അപ്പോ ബേസിക് റിക്വയർമെന്റിൽ നമ്മൾ ആദ്യം നോക്കിയാൽ 3 തരം ടോർക്കുകൾ, 3 ടോർക്കുകളാണ്, അല്ലെങ്കിൽ 3 ടൈപ്പ് ടോർക്കുകളാണ് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഡ്യൂറിങ് ഓപ്പറേഷൻ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ 3 ടോർക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, അതുപോലെ തന്നെ കൺട്രോളിംഗ് ടോർക്ക്, അതുപോലെ ഡാമ്പിംഗ് ടോർക്ക്. 3ഉം ഇമ്പോർട്ടന്റ് ആണ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉള്ളത് കൊണ്ടാണ് അവിടെയുള്ള പോയിന്റർ എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്ട് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് വിളിക്കാം. ഇനി എന്ത് ചെയ്യണം? ഈ മൂവ് ചെയ്ത പോയിന്ററിനെ എവിടെയെങ്കിലും നിർത്തണോ അല്ലെ? അതിനുവേണ്ടി നമുക്ക് എന്തുണ്ട്? ഒരു കൺട്രോളിംഗ് ടോർക്ക് ഉണ്ട്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റീസ്റ്റോറിംഗ് ടോർക്ക്. പിന്നെന്തുണ്ട്? ഈ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് ഇതിങ്ങനെ വിറച്ചോണ്ടിരിക്കും പോയിന്റർ. അപ്പൊ ആ ഡാമ്പിങ് അല്ലെങ്കിൽ അതിന്റെ ഓസിലേഷൻ നമുക്ക് നിർത്തണം. ആ വിറയ്ക്കണ വിറയൽ നമുക്ക് നിർത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡാമ്പിംഗ് ടോർക്ക്. അപ്പൊ ഇതാണ് ഏതൊരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിലും ബേസിക് ആയിട്ട് വരുന്ന 3 ടോർക്കുകളാണ് ഡിഫ്ലക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഡാമ്പിംഗ് ടോർക്ക്. ഇനി ആദ്യം നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ പറ്റി പഠിക്കാം. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പോയിന്റർ എന്ത് ചെയ്യുന്നത്? എനിക്ക് എത്ര കറണ്ട് ആണോ മെഷർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം വോൾട്ടേജ് ആണോ മെഷർ ചെയ്യേണ്ടത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ആര് മൂവ് ചെയ്യുന്നത്? ഈ പോയിന്റർ മൂവ് ചെയ്യുന്നത്. എനിക്ക് സപ്പോസ് 5 ആംപിയർ കറണ്ട് ആണ് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ ഈ പോയിന്റർ സ്റ്റാർട്ടിങ് കേസിൽ ഇതാ ഈ 0യുടെ നേരെ നിൽക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഇവിടെയാണ് 5 ആംപിയർ എങ്കിൽ 5 ആംപിയർ കറണ്ട് ഓട്ടോമാറ്റിക്കലി ആ സർക്യൂട്ടിൽ കൂടി, അതായത് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പോയിന്ററിന് കിട്ടുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ട് ആണ്? ഈ മെഷർ ചെയ്യേണ്ട 5 ആംപിയറിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ട് ആണ്. അപ്പോ ഈ പറയുന്ന പോയിന്ററിൽ ഒരു ടോർക്ക് വരികയാണ് അല്ലെ. ടോർക്ക് എന്ന് വെച്ചാൽ അറിയാം, അത് മൂവ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ആണ് അല്ലെ, റൊട്ടേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഫോഴ്സ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ പോയിന്റർ എന്ത് ചെയ്യും? 5 ആംപിയർ കറണ്ടിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്ത്
5 ആംപിയറിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ മൂവ് ചെയ്ത് കഴിഞ്ഞ് അവിടെ കാണിക്കുന്ന സ്കെയിലിൽ കാണിക്കുന്ന റീഡിങ് എത്രയായിരിക്കും? 5 ആംപിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു 0 പൊസിഷനിൽ നിന്ന് എനിക്ക് എത്ര വാല്യൂ ആണോ മെഷർ ചെയ്യേണ്ടത്, ആ മെഷർ ചെയ്യേണ്ട വാല്യൂവിലോട്ട് ഡിഫ്ലക്ട് ചെയ്യാൻ സഹായിക്കുന്ന ടോർക്കാണ് ഏത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അത് എത്ര വാല്യൂ ഓഫ് വോൾട്ടേജ് ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം കറണ്ട് ആണോ മെഷർ ചെയ്യേണ്ടത്, അതനുസരിച്ചായിരിക്കും ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തതാണ് കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയും. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ പോയിന്റർ അങ്ങ് മൂവ് ചെയ്ത് ഇവിടെ നിൽക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഒരാൾ അവിടെ അയാൾ എന്ത് ചെയ്യണം? ആ പർട്ടിക്കുലർ വാല്യൂവിൽ അയാളെ പിടിച്ച് നിർത്താനായിട്ട് തിരിച്ചൊരു ടോർക്ക് വേണം. ആ ടോർക്കിനെ വിളിക്കുന്ന പേരാണ് കൺട്രോളിംഗ് ടോർക്ക്. അല്ലെങ്കിൽ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ പോയിന്റർ ആ പോയ വഴി അങ്ങ് പോകും. അപ്പൊ ഇതിനെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തണം. ഈ പർട്ടിക്കുലർ നമ്മുടെ 5 ആംപിയർ കറണ്ടിന്റെ സ്ഥലത്ത് കറക്റ്റ് എത്തുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ കറക്റ്റ് ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു കൺട്രോളിംഗ് ടോർക്ക് വേണം. അപ്പോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ത് ചെയ്യും? ഈ ഡയറക്ഷനിലോട്ട് ഫോഴ്സ് കൊടുക്കും. അപ്പൊ അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് ടോർക്ക് കൊടുക്കും? കൺട്രോളിംഗ് ടോർക്ക് ഫോഴ്സ് കൊടുക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആവുന്ന സ്ഥലത്തായിരിക്കും ഈ പോയിന്റർ നിൽക്കുന്നത്. ഓക്കെ, അതായിരിക്കും നമുക്ക് മെഷർ ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മളെ സഹായിക്കുന്നത്, ആ പോയിന്ററിനെ പിടിച്ചു നിർത്താൻ അവിടെ സഹായിക്കുന്നതാണ് ആര്? കൺട്രോളിംഗ് ടോർക്ക്. അതുകൊണ്ട് തന്നെ കൺട്രോളിംഗ് ടോർക്കിനെ നമുക്ക് ഒപ്പോസിംഗ് ടോർക്ക് എന്ന് വിളിക്കാം. ഇത് ആരെയാണ് ഒപ്പോസ് ചെയ്യുന്നത്? നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവുമ്പോൾ അതിനെ എക്സാക്ട് ആയിട്ട് ഇത് ഒപ്പോസ് ചെയ്യൂല. അപ്പൊ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ഒപ്പോസ് ചെയ്യുന്ന ടോർക്കാണ് ഏത്? കൺട്രോളിംഗ് ടോർക്ക്. ഈ പോയിന്റർ എപ്പോഴാ നിൽക്കുന്നത്? എപ്പോഴാണോ ഈ 2 ടോർക്കും ഈക്വൽ ആകുന്നത്, ആ പോയിന്റിലായിരിക്കും ഈ പറയുന്ന പോയിന്റർ നിൽക്കുന്നത്. ഓക്കെ, സപ്പോസ് പെട്ടെന്ന് സപ്ലൈ പോയി എന്ന് വിചാരിക്കുക, കറണ്ട് സപ്ലൈ പോയി, നമുക്ക് മെഷർ ചെയ്യേണ്ട വാല്യൂ അപ്പൊ പെട്ടെന്ന് മാഞ്ഞു പോയില്ലേ? അപ്പോ ഈ കൺട്രോളിംഗ് ടോർക്ക് ഓട്ടോമല്ല, അപ്പൊ അവിടുത്തെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് 0 ആയി അല്ലേ? അപ്പോ അവിടെ എന്തുണ്ടാവും? കൺട്രോളിംഗ് ടോർക്ക് ഉണ്ട്. ഈ കൺട്രോളിംഗ് ടോർക്ക് എന്താണ്? ഈ ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? കറണ്ട് അങ്ങ് പോയി കഴിയുമ്പോൾ ഈ പറയുന്ന പോയിന്റർ തിരിച്ച് എങ്ങോട്ടേക്ക് വരും? ഇനീഷ്യൽ പൊസിഷൻ ആയിട്ടുള്ള 0 പോയിന്റിലോട്ട് വരും. ഓക്കെ, ഇതൊരു പോയിന്റർ ആണ്, ഇത് 0 ആണ്. ഇവിടെ 5 ആംപിയർ ഉണ്ട്, ഇവിടെ 10 ആംപിയർ ഉണ്ട്. സപ്പോസ് നമ്മുടെ പോയിന്റർ ഇവിടെ നിന്ന് അങ്ങ് ഡിഫ്ലക്ട് ചെയ്തു. ഇത് ഡിഫ്ലക്ട് ചെയ്തതായി ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആയ പോയിന്റ് ആണ്. കാരണം എനിക്ക് മെഷർ ചെയ്യേണ്ടത് 5 ആംപിയർ കറണ്ട്. പെട്ടെന്ന് അവിടുത്തെ സപ്ലൈ അങ്ങ് പോയി. സപ്ലൈ പോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പൊ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അവിടെ ഇല്ല. എന്ത് ചെയ്യണം? അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ആക്ട് ചെയ്യുന്ന കൺട്രോളിംഗ് ടോർക്ക് മാത്രമേ ഉള്ളൂ. ഈ കൺട്രോളിംഗ് ടോർക്ക് എന്ത് ചെയ്യും? ഇവനെ തിരിച്ച് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 പൊസിഷനിലോട്ട് കൊണ്ടുവരും. അപ്പോ നമ്മുടെ ഒരു പോയിന്ററിൽ സപ്ലൈ പോയി കഴിയുമ്പോൾ നമ്മുടെ പോയിന്റർ തിരിച്ച് 0യിലോട്ട് വരാൻ സഹായിക്കുന്നത് ഏത് ടോർക്കാണ്? കൺട്രോളിംഗ് ടോർക്കാണ്. ചിലപ്പോൾ അങ്ങനെ കൺസെപ്റ്റ് പറഞ്ഞ് നമ്മളോട് PSC ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ഈ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സ് ആണല്ലോ. ഒന്ന് സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡും ഉണ്ട്, ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡും ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ള ഫിഗറിൽ ഒരു സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. നോക്കിയേ, ഇതൊരു പോയിന്റർ ആണ്. ഈ പോയിന്ററിന്റെ അത് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ ഒരു ബാലൻസ് വെയിറ്റ് ഉണ്ട്. ഇനി ഇയാൾ മൂവ് ചെയ്തിട്ട് ആ മോഷൻ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അറേഞ്ച്മെന്റിൽ നമ്മൾ എന്ത് വെച്ചിട്ടുള്ളത്? 2 സ്പ്രിങ്ങുകൾ. ഓക്കെ, അപ്പോ അതിനെയാണ് സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയും. സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡ്. ഇവിടെ നമ്മൾ സ്പ്രിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന എലമെന്റിന്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കണം. അത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പ്രിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോസ്ഫർ ബ്രോൺസ് ആണ്. PSCയുടെ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഒരു സ്പ്രിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് മെറ്റീരിയൽ ആണ്? ഫോസ്ഫർ ബ്രോൺസ്. ഇനി അതിന്റെ പ്രത്യേകത എന്താണ്? അതൊരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, പക്ഷെ അതെന്താണ്? കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല, അതായത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, പക്ഷെ അതിലൂടെ എന്ത് ഫ്ലോ ചെയ്യും? കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്. അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്തായിരിക്കും? ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ കൺട്രോൾ സ്പ്രിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പ്രിംഗ് ഏത് മെറ്റീരിയൽ ആണ്? അതിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഓക്കെ, അപ്പൊ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമ്മൾ പറഞ്ഞു ഒരു ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞു, പോയിന്റർ മൂവ് ചെയ്തു. അപ്പൊ ഈ പോയിന്റർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പ്രിംഗ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് വലിയുന്നത്. ഓക്കെ, അപ്പോ എന്ത് സംഭവിക്കും? നമ്മളൊരു സ്പ്രിംഗ് വലിച്ചു പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ വലിച്ചു പിടിച്ച ഫോഴ്സ് വിട്ട് കഴിയുമ്പോൾ സ്പ്രിംഗ് എന്ത് ചെയ്യും? പഴയ ഡയറക്ഷനിലോട്ട് തിരിച്ചു വരും. അതേ ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഈ സ്പ്രിംഗ് വൺസ് പോയിന്റർ ഡിഫ്ലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പ്രിംഗ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന പോയിന്ററിന്റെ ഡിഫ്ലക്ഷൻ അങ്ങ് മാറി, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെഷറിംഗ് കറണ്ട് അങ്ങ് അവിടെ നിന്ന് എന്താണ് മാഞ്ഞു പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സപ്ലൈ പോയി എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ട്വിസ്റ്റ് ചെയ്തേക്കുന്ന സ്പ്രിംഗ് പഴയപടിയാവും. ഓക്കെ, അങ്ങനെയാണ് കൺട്രോൾ മെക്കാനിസം വരുന്നത് കേട്ടോ. അതാണ് സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ഒരു പോയിന്ററിൽ ഈ വരുന്ന കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എത്രത്തോളം ആംഗിൾ ആണോ ഈ പറയുന്ന മൂവിംഗ് സിസ്റ്റം മൂവ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. അപ്പൊ ഒരു സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡില് കൺട്രോളിംഗ് ടോർക്ക് എന്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും? അവിടുത്തെ ഡിഫ്ലക്ഷന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരു സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡില് കൺട്രോളിംഗ് ടോർക്ക് എന്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും? അവിടുത്തെ ഡിഫ്ലക്ഷൻ ആംഗിളിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു PMMC, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് കൺസിഡർ ചെയ്യുക. ഒരു സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് അവിടുത്തെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും? ഇതിൽ പാസ് ചെയ്യുന്ന കറന്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. എത്ര കറണ്ട് ആണോ പാസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, അത്രത്തോളം വാല്യൂലോട്ടായിരിക്കും ഇത് ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നത്. നമുക്ക് എഴുതാം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഇനി തിരിച്ചു വരുന്ന കൺട്രോളിംഗ് ടോർക്ക്, അതൊരു സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടുത്തെ കൺട്രോളിംഗ് ടോർക്ക് എന്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും? എത്രത്തോളം വാല്യൂലോട്ടാണോ ഈ പറയുന്ന പോയിന്റർ ഇപ്പൊ ഡിഫ്ലക്ട് ചെയ്ത് നിൽക്കുന്നത് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. സോ നമുക്ക് എഴുതാം കൺട്രോളിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ. ഓക്കെ, അപ്പൊ രണ്ട് റിലേഷൻ കിട്ടി അല്ലെ? നമ്മൾ പറഞ്ഞു ഈ പോയിന്റർ ഒരു പർട്ടിക്കുലർ വാല്യൂല് നിൽക്കണമെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും എങ്ങനെ വരണം? ഈക്വൽ ആയിട്ട് വരണം. സോ നമ്മൾ എഴുതുക കൺട്രോളിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്കിന്റെ റിലേഷൻ ആണ് എന്ത്? കൺട്രോളിംഗ് ടോർക്ക് തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അതിലെ ഫ്ലോ ചെയ്യുന്ന കറന്റിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസത്തില് അവരുടെ ഡിഫ്ലക്ഷനും ഫ്ലോ ചെയ്യുന്ന കറന്റും ഇങ്ങനെയായിരിക്കും ഇതിന്റെ റിലേഷൻ. ഇങ്ങനെ റിലേഷൻ കാണിക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ഇൻസ്ട്രുമെന്റ് PMMC ഇൻസ്ട്രുമെന്റ് എടുത്താൽ അത് എന്തായിരിക്കും? യൂണിഫോം സ്കെയിൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രിങ് നമ്മൾ പറഞ്ഞു അല്ലെ, ബ്രോൺസ് മെറ്റീരിയൽ ആണ്, അതല്ലെങ്കിൽ ഫോസ്ഫർ ബ്രോൺസ് ആണ്. അതിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എങ്ങനെയാണ്? ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്, നോൺ മാഗ്നറ്റിക് ആണ്, പക്ഷെ അതെന്താണ്? കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഗ്രാവിറ്റി കൺട്രോൾ. ഗ്രാവിറ്റി കൺട്രോളിനകത്ത് ഈ പറയുന്ന സ്പ്രിങ് അല്ലെങ്കിൽ ഈ പറയുന്ന പോയിന്റർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിന്റെ ആ മോഷൻ അവിടെ നിർത്താനായിട്ട് നമുക്ക് വരുന്നത് ഒരു ഗ്രാവിറ്റി കൺട്രോൾ മെക്കാനിസം ആണ്. അതായത് ഒരു ബാലൻസ് വെയിറ്റ് ഉണ്ടാവും. ഇതിപ്പോ എന്റെ പോയിന്ററിന്, ഇതിപ്പോ എന്റെ പോയിന്റർ ഇവിടെയാണ്, ഈ പോയിന്റർ കണക്ട് ചെയ്തിരിക്കുന്നത് സ്പിൻഡിൽ ഒരു എന്തുണ്ടാവും? ഒരു കൺട്രോൾ വെയിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഈ സ്പ്രിങ് ഇങ്ങോട്ട് മൂവ് ചെയ്യണ അനുസരിച്ച് ഓട്ടോമാറ്റിക് കൺട്രോൾ വെയിറ്റ് മൂവ് ചെയ്തു. ഓക്കെ, ഈ കൺട്രോൾ വെയിറ്റ് മൂവ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഇതാണ് വെയിറ്റിന്റെ, നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ഇങ്ങനെ ആക്ട് ചെയ്യുക അല്ലെ. ഈ പറയുന്ന ഫോഴ്സിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, W സൈൻ തീറ്റയും അതുപോലെ W കോസ് തീറ്റ. ഇതിൽ ഈ W സൈൻ തീറ്റയാണ് ഈ പറയുന്ന അങ്ങോട്ട് പോയ മോഷൻ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഒപ്പോസ് ചെയ്യുന്നത് ഏത് എഫക്റ്റ് ആയിരിക്കും? അതായത് ഇങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വന്നത് ഏതാണ്? W സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ പറയുന്ന വെയിറ്റിന്റെ കമ്പോണന്റ് ആണ്. ഓക്കെ, നമ്മൾ നോക്കി ഈ കൗണ്ടർ വെയിറ്റ് അല്ലെ, അല്ലെങ്കിൽ കൺട്രോൾ വെയിറ്റ് ഇപ്പൊ താഴോട്ടാ, ഈ പോയിന്റർ ഇങ്ങനെയാ നിൽക്കുന്നത്, ഈ പോയിന്റർ പർട്ടിക്കുലർ ഒരു വാല്യൂലോട്ട് ടിൽറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ഈ അറേഞ്ച്മെന്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഇതും താഴോട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ കമ്പോണന്റ്, ഇതാണ് നമ്മുടെ W എന്ന് പറഞ്ഞ കമ്പോണന്റ്, അതിപ്പോ ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാവാൻ ഞാൻ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. ഇതിനെ നമുക്ക് രണ്ട് കമ്പോണന്റ്സ് ആയിട്ട് തിരിക്കാം. W സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ്, W കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ്. അതിൽ ഈ W സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടുത്തെ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റത്തിനകത്ത് അവിടുത്തെ കൺട്രോൾ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? W സൈൻ തീറ്റ എന്ന് പറയുന്ന ടേം ആണ് കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി TC പ്രൊപ്പോർഷണൽ ടു എന്താണ്? സൈൻ തീറ്റ. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ഇവിടെ ഡിഫ്ലക്ഷൻ വരാനുള്ള കാരണം എന്താണ്? ഇത് മെഷർ ചെയ്തെടുത്ത കറണ്ട് എത്രയാണോ അതിന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടായിരിക്കും ഡിഫ്ലക്ഷൻ. സോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. കൺട്രോളിംഗ് ടോർക്ക് ഒരു ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റത്തിന് എന്തിനു പ്രൊപ്പോർഷണൽ ആയിരിക്കും? W സൈൻ തീറ്റ. അതായത് അവിടുത്തെ കൗണ്ടർ വെയിറ്റ് അല്ലെങ്കിൽ കൺട്രോൾ വെയിറ്റ് എത്രയാണോ അത് ഇൻറ്റു അതിന്റെ സൈൻ തീറ്റ കമ്പോണന്റ്. ഡിഫ്ലക്ഷൻ തീറ്റ ആണെങ്കിൽ സൈൻ ടൈംസ് ഓഫ് തീറ്റ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കിട്ടി? TC ഈസ് ഈക്വൽ ടു TD ആവണമെങ്കിൽ സൈൻ തീറ്റയും ഈ കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടു ഒരു സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസത്തില് ഡിഫ്ലക്ഷനും അതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും പ്രപ്പോർഷണൽ ആയിരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം സ്കെയിൽ. ഇനി ഒരു ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം കണ്ടപ്പോ അവിടെ നമ്മൾ കണ്ടു സൈൻ തീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു തീറ്റ I.
അല്ലെ? ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സൈൻ തീറ്റയ്ക്കാണ് പ്രൊപ്പോർഷണൽ. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഒരു നോൺ യൂണിഫോം സ്കെയിൽ ആയിരിക്കും. അപ്പൊ ഓർക്കുക, ഒരു ഗ്രാവിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? നോൺ യൂണിഫോം സ്കെയിൽ ആയിരിക്കും. ഓക്കെ, ഇത് ടെമ്പറേച്ചറിനെ അഫക്ട് ചെയ്യില്ല. പക്ഷെ തൊട്ട് മുമ്പത്തെ കേസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ. ഇനി ഈ ഗ്രാവിറ്റി കൺട്രോളിലുള്ള ഇതുപോലെ വെയിറ്റ് സാധനം യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. The deflecting torque of an ammeter is directly proportional to current passing through it. അപ്പൊ ഡിഫ്ലക്ടിംഗ് ടോർക്ക് അവിടുത്തെ കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻസ്ട്രുമെന്റ് ഹാസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് 60 degree ഫോർ എ കറണ്ട് ഓഫ് 10 ആംപിയർ. ഓക്കെ, അതായത് ഒരു കറണ്ട് 10 ആംപിയർ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഫുൾ ഡിഫ്ലക്ഷൻ എത്രയാണ്? 60 degree ആണ്. What deflection will occur for a current of 5 ampere when instrument is? അപ്പോ ഇവിടെ 5 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, സപ്പോസ് ഈ ഡിവൈസ് ഒരു സ്പ്രിംഗ് കൺട്രോൾ ആണെങ്കിൽ അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ, ഓക്കെ, അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ എത്രയാണ്? അതുപോലെ ഗ്രാവിറ്റി കൺട്രോൾഡ് ആണെങ്കിലും അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ എത്രയാണ്? അപ്പൊ θ1 എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫുൾ സ്കെയില് 10 ആംപിയർ എന്ന് പറയുന്ന ഫുൾ സ്കെയിൽ കറണ്ട് ഫ്ലോ ചെയ്താൽ അവിടെ വരുന്ന ഫുൾ ഡിഫ്ലക്ഷൻ ആണ് എത്ര? 60 degree. നമ്മളോട് പറഞ്ഞു ഈ സർക്യൂട്ടിൽ 5 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ സ്പ്രിംഗ് കൺട്രോൾഡ് ആണ്, നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സ്പ്രിംഗ് കൺട്രോൾഡ് മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്രയായിരിക്കും അവിടുത്തെ ഡിഫ്ലക്ഷൻ? ഗ്രാവിറ്റി കൺട്രോൾഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്രയായിരിക്കും അതിന്റെ ഡിഫ്ലക്ഷൻ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഈ പറയുന്ന θ1 എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? I1 പ്രൊപ്പോർഷണൽ ആണ്. ഏത് കേസില്? ഒരു സ്പ്രിംഗ് കൺട്രോൾഡ് കേസില്, അല്ലെ? θ1 പ്രൊപ്പോർഷണൽ ടു I1. സിമിലർലി θ2 പ്രൊപ്പോർഷണൽ ടു I2. θ2 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ കേസിൽ, അതായത് I2 കറണ്ട് 5 ആംപിയർ ആവുമ്പോൾ ഉള്ള കേസില്. അപ്പൊ θ1 എന്ന് പറയുന്നത് എത്രയാണ്? 60 degree, അല്ലെ? 60 degree പ്രൊപ്പോർഷണൽ ടു അവിടുത്തെ കറണ്ട് എത്രയാണ്? 10. ഇനി θ2 പ്രൊപ്പോർഷണൽ ടു അവിടുത്തെ കറണ്ട് എത്രയാണ്? 5. നമുക്ക് നോക്കാം. θ2 ഡിവൈഡഡ് ബൈ 60 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 5/10. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിഫ്ലക്ഷൻ θ2 ഇസ് ഈക്വൽ ടു എന്താണ്? 1/2 into 60, ദാറ്റ് ഈസ് 30 degree. അപ്പോ 5 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഡ്യൂ ടു ദി സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസം അവിടുത്തെ പോയിന്ററിൽ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 5 ആംപിയർ മെഷർ ചെയ്യാനായിട്ട് 30 degree ആയിരിക്കും. ഓക്കെ, ഇനി ഇതൊരു ഗ്രാവിറ്റി കൺട്രോൾഡ് സിസ്റ്റം ആണെങ്കിൽ അവിടുത്തെ സ്കെയിലിന്റെ റിലേഷൻ എങ്ങനെയാണ്? ഡിഫ്ലക്ടിംഗ് ടോർക്കിന്റെ റിലേഷൻ എങ്ങനെയാണ്? സൈൻ തീറ്റ പ്രൊപ്പോർഷണൽ ടു I. മെഷർ ചെയ്യേണ്ട വാല്യൂ അല്ലെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സൈൻ തീറ്റയ്ക്കാണ് പ്രൊപ്പോർഷണൽ ഫോർ എ ഗ്രാവിറ്റി കൺട്രോൾഡ് സിസ്റ്റം. അപ്പൊ നമുക്ക് നോക്കാം. സൈൻ θ1 പ്രൊപ്പോർഷണൽ ടു I1 സൈൻ θ2 പ്രൊപ്പോർഷണൽ ടു I2 ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, സൈൻ θ2 ഡിവൈഡഡ് ബൈ സൈൻ θ1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? I2/I1. സൈൻ θ2 എന്ന് പറയുന്നത് എത്രയാണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ അവിടെ θ2 കണ്ടുപിടിക്കണം. ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 5 divided by 10 into സൈൻ 60. അപ്പൊ നമുക്ക് നോക്കാം. 5/10 എന്ന് പറയുന്നത് 2. സൈൻ 60യുടെ വാല്യൂ എത്രയാണ്? 0.866. അപ്പോ 0.433 എന്ന് പറയുന്ന വാല്യൂ ആണ് സൈൻ θ2ന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ θ2 അവിടുത്തെ ഡിഫ്ലക്ഷൻ എത്രയായിരിക്കും? ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നതാണ് θ2 എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ θ2 ഇസ് ഈക്വൽ ടു എത്രയാന്ന് നമുക്ക് പറയാം? സൈൻ ഇൻവേഴ്സ് ഓഫ് 0.433 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 25.65 degree. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്പ്രിംഗ് കൺട്രോൾഡ് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ, ഗ്രാവിറ്റി കൺട്രോൾഡ് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കി വീഡിയോ നമുക്ക് അല്ലെങ്കിൽ ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.